നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കായംകുളത്ത് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ നിർണായക ഇടപെടലുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സർവീസിനിടെ തീപിടിച്ച KSRTC ബസ്സിൽ നിന്നും യാത്രക്കാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്താൻ സഹായിച്ച ഡ്രൈവറെയും കണ്ടക്ടറെയും അനുമോദിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. KSRTC CMD പ്രമോദ് ശങ്കർ തുടങ്ങിയവരാണ് അനുമോദിച്ചത്. ഈ അപകടത്തിൽ നിന്ന് യാത്രക്കാരെ സുരക്ഷിതമായാണ് ജീവനക്കാർ രക്ഷപ്പെടുത്തിയത്. CMD പ്രമോദ് ശങ്കർ ഇവർക്ക് പ്രശസ്തി പത്രം നൽകി. ചടങ്ങിൽ KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കായംകുളത്ത് ദേശീയപാതയിലാണ് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ തീപിടുത്തമുണ്ടായത്. ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലിലൂടെയാണ് വൻ ദുരന്തം ഒഴിവായത്. തീ പടരും മുൻപ് യാത്രക്കാരെ പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്ക് പറ്റിയില്ല. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. MSM കോളേജിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കൊല്ലത്ത് നിന്ന് തോപ്പുംപടിയിലേക്ക് പോയ ഡബിൾ ഡെക്കർ ബസ്സിനായിരുന്നു തീപിടിച്ചത്. മണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഡ്രൈവർ ഇടപെട്ടത്. ബസ്സിൽ നിന്ന് രൂക്ഷമായ ഗന്ധം ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ തന്നെ ബസ് നിർത്തി യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. എന്താണ് അപകടത്തിന് കാരണമെന്ന് വ്യക്തമല്ല. അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. KSRTCയുടെ നീളമേറിയ വെസ്റ്റിബ്യൂൾ ബസ്സായിരുന്നു കത്തി നശിച്ചത്. ബസ്സിന് കാലപ്പഴക്കമുണ്ടെന്ന് സംശയമുണ്ടെന്നും KSRTCയിലെ പഴയ മുഴുവൻ ബസ്സുകളും മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. മറ്റു ജോലികൾ ചെയ്യുന്ന മെക്കാനിക്കൽ ജീവനക്കാരെ പഴയ സ്ഥലത്തേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. സൈലൻസറിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം പുക കണ്ടതെന്ന് ആലപ്പുഴ DTO പ്രതികരിക്കുകയുണ്ടായി. യാത്രക്കാർ ഉടൻ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉടൻ ബസ് നിർത്തി യാത്രക്കാരെ മുഴുവൻ ഇറക്കി. ഇലക്ട്രിക് തകരാറാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ആദ്യം കരിഞ്ഞ മണം വന്നുവെന്നും തൊട്ടു പിന്നാലെ പുക ബസ്സിനകത്തേക്ക് വന്നതോടെ വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കുകയായിരുന്നുവെന്നും കണ്ടക്ടർ സേതു പറഞ്ഞു. ബസ്സിൽ 44 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ചെറിയ തോതിൽ ഡീസൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും ഡ്രൈവർ വ്യക്തമാക്കി. തീപിടുത്തത്തിന് ശേഷമാണോ മുമ്പാണോ ഉണ്ടായത് െന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കായംകുളത്ത് യാത്രക്കിടെ കത്തിനശിച്ച KSRTC ബസ് കെട്ടിവലിച്ച് പിന്നീട് മാവേലിക്കര ഡിപ്പോയിലേക്ക് മാറ്റി. 2 ബസ്സുകൾ ചേർത്ത് വെച്ച പോലെയാണ് വെസ്റ്റിബ്യൂൾ ബസിന്റെ ഘടന. 17 മീറ്റർ നീളമുള്ള ബസ്സിൽ 60 സീറ്റുകളാണുള്ളത്. ബസ്സിനുള്ളിൽ വശങ്ങളിലായി 2 സീറ്റുകൾ വീതമാണുള്ളത്. കൂടുതൽ പേർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.